വിഷൻ കൺട്രോൾസിൻ്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൺട്രോൾ പാനൽ, അതായത് ഒരു കൺട്രോൾ പാനലിനകത്തെ വയറിങ്ങിൻ്റെ ഒരു ലൂപ്പ്, അതായത് ഫ്രം ബിഗിനിങ് ടു എൻഡ് എങ്ങനെയാണ് ഇത് പോകുന്നത് എന്നുള്ളതാണ്. പവർ വയറിങ്ങും അതേപോലെ തന്നെ കൺട്രോൾ വയറിങ്ങും എങ്ങനെയാണ് അതിൻ്റെ ലൂപ്പ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്രാക്ടിക്കലായിട്ട് നമ്മളൊരു കമ്പനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പാനലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്, നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ ലൂപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ട് പാനൽ വരുന്നത്. ഇതിനകത്ത് വരുന്നത് RYB ഇൻഡിക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു HMI കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു എമർജൻസി, പിന്നെ അതുപോലെ ഒരു ബസറിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത് ഒരു ഡയറക്റ്റായിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാനുള്ള മെയിൻ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഇതിലേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, എങ്കിൽ നമുക്കിതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം കൊടുക്കുന്നുണ്ട്, ഇതിനകത്ത് മെയിൻ എന്നുള്ള ബട്ടണാണ്, അതായത് L1 L2 L3 ഇവിടെയാണ് നമ്മൾ ആദ്യം കണക്ഷൻ കൊടുക്കേണ്ടത്. നമ്മൾ ടെർമിനൽ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ 3 ഫേസ് ഇൻപുട്ട് കൊടുക്കുന്നു, ഇൻക്ലൂഡിങ് ന്യൂട്രൽ നമ്മൾ ഫീഡ് ചെയ്യുന്നു. പിന്നെ കോമൺ ആയിട്ട് ഒരു MCB കൊടുത്തിട്ടുണ്ട്. ഈ പാനൽ ടോട്ടലായിട്ട് നമുക്ക് പവർ ഓൺ ചെയ്യാനും അതുപോലെ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു കോമൺ MCB കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ MCBയിൽ നിന്ന് നമ്മൾ പവർ വയറിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു അഡീഷണൽ ഒരു MCB കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ പറയുന്ന VFDക്ക് വേണ്ടിയിട്ടുള്ളതാണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു MCB കൊടുത്തിട്ടുണ്ട്. സപ്പോസ് VFD എന്തെങ്കിലും മെയിൻ്റനൻസിന് നമുക്ക് വരികയാണെങ്കിൽ ഈ MCB മാത്രം നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ മെയിൻ്റനൻസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അതല്ലാതെ വരുന്ന കണക്ഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2 പോൾ സപ്ലൈ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 2 പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ SMBS വെച്ചിട്ടുണ്ട്. SMBS നമുക്ക് സിംഗിൾ ഫേസ് 230 സപ്ലൈ പോകണം. ആ കൺട്രോൾ വയറിങ്ങിന് മുഴുവൻ കണക്ഷൻ പോകുന്നത് ഈ 2 ഫേസ് നിന്നാണ്, അതായത് ഈ 2 പോൾ MCBയിൽ നിന്നാണ് ബാക്കിയുള്ള കണക്ഷൻസ് എല്ലാം പോയിരിക്കുന്നത്. അപ്പോൾ 2 പോൾ MCBയിൽ നേരെ നമ്മൾ ഒരു ജിക്കിൻ്റെ ഒരു SMBS വെച്ചിട്ടുണ്ട്. ഇതിന്ന് നമുക്ക് ഇൻപുട്ട് 230 വോൾട്ടേജ് AC നമ്മൾ കൊടുക്കുന്നു, ഔട്ട്പുട്ട് 24 വോൾട്ടേജ് വരുന്നു. ഈ 24 വോൾട്ടേജിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, PLCയിലേക്ക് കണക്ഷൻ പോയിരിക്കുന്നത്. PLC നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സീമെൻസിൻ്റെ S7200 സ്മാർട്ട് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ST20 ആണ് ഇതിൻ്റെ IOS വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ഇൻപുട്ടും 8 ഔട്ട്പുട്ടും വരും. അങ്ങനെയാണ് ഇതിൻ്റെ IOS വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അനലോഗ് ഇൻപുട്ട് മൊഡ്യൂൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്, AE4 എന്ന് പറയുന്നത്. ഇത് 4 ചാനലാണ്. നമുക്കിവിടെ 2 എണ്ണം വരുന്നുണ്ട്, ഈ ഭാഗത്ത് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 ചാനൽ ആണ് ഇതിനകത്തുള്ളത്. അനലോഗ് ഇൻപുട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അത് കഴിഞ്ഞ് ഈ PLCയിൽ നിന്ന് നമ്മൾ നേരെ കണക്ഷൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് റിലേയിലേക്കാണ് പോകുന്നത്. PLCയുടെ ഔട്ട് നേരെ റിലേയിലേക്കാണ് പോകുന്നത്. റിലേയിൽ നിന്ന് നമുക്ക് സോളിനോയിഡ് വാൾവ് 1 ഉണ്ട്, അതുപോലെ 2 ഉണ്ട്, ആസ് വെൽ ആസ് ഇവിടെ ഒരു പമ്പും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഔട്ടായിട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ വരുന്ന അതുകൂടാണ്ട് ഇൻപുട്ട് ഇവിടെ വരുന്നുണ്ട്, അതായത് ഫീൽഡിൽ നിന്ന് ടാങ്കിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് വരുന്നുണ്ട്, 4 to 20 milliamps അല്ലെങ്കിൽ 0 to 10 വരുന്നത്. അത് നമ്മൾ ഇവിടെയാണ് ഫീഡ് ചെയ്യുന്നത്. അതിന് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ PLC വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടാങ്ക് ഉണ്ട്, ആ ടാങ്കിനകത്ത് ഒരു പെർട്ടിക്കുലർ പ്രഷർ മെയിൻറ്റെയിൻ ആവണം. സപ്പോസ് പ്രഷർ നമ്മൾ സെറ്റ് ചെയ്ത പോയിന്റിനെക്കാട്ടിലും വ്യത്യാസമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പമ്പ് സ്റ്റാർട്ടാകുകയും ആ പ്രഷർ മെയിൻറ്റെയിൻ ആവുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 സോളിനോയിഡ് വാൾവ് വെച്ചിട്ടുണ്ട്, അവരുടെ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ളത്. അതുകൂടാണ്ട് ഇവിടെ VFDയുടെ ഔട്ട്പുട്ട് നേരെ ടെർമിനലിലേക്ക് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ഇൻപുട്ട് പോകുന്നു, ഇൻപുട്ട് നേരെ മെയിൻ MCBയിലേക്ക് പോകുന്നു, അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു അഡീഷണൽ MCB വഴി VFDയിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നു. അതോടുകൂടി പവർ വയറിംഗ് കഴിഞ്ഞു. VFDയുടെ ഔട്ട്പുട്ട് നേരെ നമ്മൾ ഇവിടെ ടെർമിനലിലേക്ക് കൊടുത്തു വെച്ചു. ഇതാണ് പവർ വയറിംഗ് എന്ന് പറയുന്നത്. കൺട്രോൾ വയറിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 പോൾ MCBയിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ മെയിൻ MCBയിൽ നിന്ന് ഒരു ലൂപ്പ് അടിച്ചിട്ട് നമ്മൾ 2 പോൾ MCBയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് SMBSയിലേക്ക് പോകുന്നു. SMBSൻ്റെ 24 എടുത്ത് നമ്മൾ PLCക്ക് വർക്കിംഗ് സപ്ലൈ കൊടുക്കുന്നു. ആ PLCയുടെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ റിലേയിലേക്ക് കൊടുക്കുന്നു. റിലേൻ്റെ ഔട്ട് നേരെ ഇവിടെ സോളിനോയിഡ് വാൾവിലേക്കും അതുപോലെ മോട്ടറിൻ്റെ അതായത് VFDയിലേക്കുള്ള കൺട്രോൾ സപ്ലൈ, അതിൻ്റെ റൺ കമാൻഡിനും ഫ്രീക്വൻസി കമാൻഡിനുള്ള സിഗ്നൽസ് ആയിട്ട് നമ്മൾ ഈ റിലേൻ്റെ ഔട്ട്പുട്ട് എടുത്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതേപോലെ കൂളിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട്. കൂളിംഗ് ഫാനിൻ്റെ കണക്ഷന് നമ്മൾ ഈ 2 പോൾ MCBയിൽ നിന്നാണ് നമ്മൾ എടുത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഡോറിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ RYB ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ HMI, ഇത് പ്രൊഫൈസ് എന്നുള്ള ബ്രാൻഡാണ് നമ്മൾ പ്രിഫർ ചെയ്തിട്ടുള്ളത്. പ്രൊഫൈസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇൻ്റർനാഷണലി ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡാണ്. ദേ ആർ മേക്കിംഗ് ഓൺലി
HMIs, അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള HMIയിലാണ്. ഈ പ്രൊഫൈസ് എന്നുള്ള ബ്രാൻഡ് ആക്ച്വലി ഇപ്പോൾ സ്നൈഡറാണ് ടേക്ക് കെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പറയുന്നത്. 7 ഇഞ്ചിൻ്റെയാണ് സ്ക്രീന്. പിന്നെ ഇതിനകത്ത് ഒരു ബസറിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ആസ് വെൽ ആസ് ഒരു എമർജൻസിൻ്റെ ബട്ടൺ നമ്മൾ വയറിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഡോറിനകത്ത് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം പാനലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റിക്വയർമെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതേപോലെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. താങ്ക് യു.